ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. എന്താണ് പെപ്സി 349 ഇൻസിഡന്റ്? 349 എന്ന അക്കം പെപ്സിക്ക് തീർത്ത തലവേദന ചെറുതല്ല. ചെറിയൊരു മത്സരം നടത്തി മാർക്കറ്റ് പിടിക്കാനുള്ള പെപ്സിയുടെ മാർക്കറ്റിംഗ് തന്ത്രം കൊണ്ടുചെന്നെത്തിച്ചത് കലാപത്തിലേക്കും ബില്യൺ ഡോളറിന്റെ നഷ്ടത്തിലേക്കുമാണ്. സംഭവം നടക്കുന്നത് 1992 മെയ് 25-നാണ്. പെപ്സി ഫിലിപ്പീൻസിൽ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തി. പെപ്സി ബോട്ടിൽ അടപ്പിന്റെ അടിയിൽ ഒരു 3 അക്ക നമ്പർ പ്രിന്റ് ചെയ്തു വിട്ടു. ഓരോ ദിവസവും നറുക്കെടുത്ത് അതിൽ ഒരു നമ്പറിന് 1 മില്യൺ പെസോ വീതം ഗ്രാൻഡ് പ്രൈസ് ഓഫർ ചെയ്തു. ഈ ലക്കി നമ്പർ ഒക്കെ നേരത്തെ തീരുമാനിച്ച് കൃത്യം 1-2 കുപ്പി മാത്രമേ ആ നമ്പറിൽ മാർക്കറ്റിൽ ഉള്ളൂ എന്ന് അവർ ഉറപ്പുവരുത്തിയിരുന്നു. ദിവസവും ഓരോ മില്യൺ പെസോ ഓരോ ആൾക്ക് അടിക്കുന്നത് ടിവിയിൽ കാണിച്ചു. ദിവസവും വിജയികളെ പ്രഖ്യാപിക്കും. ദൈനംദിന വിജയികൾക്കുള്ള സമ്മാനം 100 പെസോ അഥവാ $5 ആയിരുന്നു. പരിപാടി വൻ വിജയമായി പോയിക്കൊണ്ടിരുന്നു. പെപ്സിയുടെ വിൽപ്പന അങ്ങ് കൂടി. 1992-ൽ മാർക്കറ്റ് പിടിക്കാൻ പെപ്സി കമ്പനി നടത്തിയ നമ്പർ ഫീവർ മത്സരത്തിന്റെ ഭാഗമായി അടപ്പ് കാണുന്നിടത്ത് നിന്നല്ല ഫിലിപ്പൈൻസുകാർ ശേഖരിക്കാൻ തുടങ്ങി. 4 മാസം നീണ്ട മത്സരത്തിന്റെ മെഗാ സമ്മാന പ്രഖ്യാപനമായിരുന്നു 1992 മെയ് 25-ന്. അന്ന് രാത്രിയോടെ ഫിലിപ്പൈൻസ് ജനത ഭൂരിഭാഗവും വിജയിയെ കാത്ത് ടെലിവിഷന് മുന്നിലായിരുന്നു. 2 പേർക്ക് വീതം $40,000 എന്നതായിരുന്നു മെഗാ സമ്മാനം. അക്കാലത്ത് ഫിലിപ്പൈൻസ് കുടുംബത്തിന്റെ ശരാശരി ശമ്പളം $100 ആയിരുന്നു. ഇതിനാൽ തന്നെ ഈ സമ്മാനത്തെ വലിയ പ്രതീക്ഷയോടെ ജനം കാത്തിരുന്നു. അങ്ങനെ വിജയിയുടെ അക്കം പ്രഖ്യാപിച്ചു. 349 എന്ന സംഖ്യ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലും സന്തോഷം അണപൊട്ടി. 2 സമ്മാനങ്ങളാണെന്ന് പറഞ്ഞെങ്കിലും 349 എന്ന നമ്പർ അടപ്പുള്ള നിരവധി പേരുണ്ടായിരുന്നു. ചിലരുടെ കയ്യിൽ തന്നെ അതേ അക്കം 5ഉം 10ഉം ഉണ്ടായി. ഇതോടെ സമ്മാനം തേടി തൊട്ടടുത്ത ദിവസം പെപ്സി കമ്പനിയിലേക്ക് ജനം ഒഴുകിയെത്തി. പെപ്സി കുപ്പിയുടെ അടപ്പിൽ നമ്പർ പ്രിന്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ വന്ന പിഴവായിരുന്നു സംഭവത്തിന് കാരണം. ആ നമ്പർ എങ്ങനെയോ ഒരുപാടെണ്ണം പെപ്സി പ്രിന്റ് ചെയ്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഫിലിപ്പൈൻസിൽ വിറ്റഴിച്ച 8 ലക്ഷം കുപ്പികളിലാണ് ഇതേ സംഖ്യ ഉണ്ടായത്. കമ്പനിയിലെത്തിയ ജനത്തെ ഗേറ്റിൽ തടഞ്ഞ് തെറ്റുപറ്റിയ കാര്യം കമ്പനി പറഞ്ഞു നോക്കിയെങ്കിലും ആരും അംഗീകരിച്ചില്ല. 2 അടപ്പുകളിൽ സെക്യൂരിറ്റി കോഡ് ഉണ്ടായിരുന്നെന്ന പെപ്സിയുടെ വാദം പ്രതിഷേധക്കാർ തള്ളി. എന്നാൽ പരസ്യങ്ങളിൽ ഇക്കാര്യം പറഞ്ഞില്ലെന്നാണ് അവരുടെ നിലപാട്. ഇതോടെ പെപ്സിക്കെതിരെ കലാപം തുടങ്ങി. 8 ലക്ഷം കുപ്പികൾക്കായി സമ്മാനം കൊടുക്കാൻ $32 ബില്യൺ ആണ് വേണ്ടിവരുന്നത്. ഇക്കാലത്ത് ഫിലിപ്പൈൻസിന്റെ GDP $52 ബില്യൺ ആയിരുന്നു. ഇതോടെ $18 നൽകാമെന്ന് പെപ്സി യോഗം ചേർന്ന് തീരുമാനിച്ചു. കുറെ പേർ $18 വാങ്ങി പ്രശ്നം പരിഹരിച്ചെങ്കിലും കുറെ പേർ കേസിന് പോയി. പ്രതിഷേധത്തിന്റെ ഭാഗമായി 35 പെപ്സി ട്രക്കുകൾ നശിപ്പിക്കപ്പെട്ടു. 5 ആൾക്കാർ ഇതിൽപ്പെട്ടു മരിച്ചു. അക്കാലത്ത് പെപ്സി എക്സിക്യൂട്ടീവുകൾ അംഗരക്ഷകരുമായാണ് ജോലി ചെയ്തിരുന്നത്. 2 മില്യൺ ആയിരുന്നു പരിപാടിയുടെ ബഡ്ജറ്റ്. പ്രചാരണം കമ്പനിക്ക് ഫിലിപ്പൈൻസിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തു. മാർക്കറ്റ് വിഹിതം 19% നിന്ന് 24% ഉയർന്നു. ഇക്കാലയളവിൽ വിൽപ്പന 40% അധികമായിരുന്നു. ബോട്ടലിംഗ് പ്ലാന്റുകൾ ദിവസം 20 മണിക്കൂർ പ്രവർത്തിച്ചാണ് ഉൽപാദനം നടത്തിയത്. എന്നാൽ $2 മില്യൺ ആയിരുന്നു പ്രചാരണത്തിന് ആകെ ബഡ്ജറ്റായി പെപ്സി കണക്കാക്കിയിരുന്നത്. $18 കൊടുത്ത വകയിൽ മാത്രം $10 മില്യൺ പെപ്സിക്ക് ചെലവ് വന്നു. കേസുകൾ ഒരുപാട് വന്നെങ്കിലും അവസാനം കോടതിയിൽ പെപ്സി വിജയിച്ചു. ഫിലിപ്പൈൻസ് ട്രേഡ് വകുപ്പ് 1.5 ലക്ഷം പെസോ പിഴയിട്ടു. ഈ അനുഭവത്തിൽ നിന്ന് രാജ്യത്തെ ഇത്തരം മത്സരങ്ങൾക്ക് സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നു. 1999-ൽ 689 സിവിൽ കേസുകളും 5200 ക്രിമിനൽ കേസുകളുമാണ് കോടതിയിൽ നിന്ന് തള്ളിയത്. 2006-ഓടെ അവസാന കേസും ഒഴിഞ്ഞു. പെപ്സി അശ്രദ്ധ കാണിച്ചിട്ടില്ലെന്നും പിഴവ് വഴിയുണ്ടായ നഷ്ടത്തിന് ബാധ്യതയില്ലെന്നും ഫിലിപ്പൈൻസ് സുപ്രീം കോടതി വിധിച്ചു. ഈ സംഭവമാണ് 349 പെപ്സി ഇൻസിഡന്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.